ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. വിഷ്ണു സഹസ്രനാമത്തിൽ 11 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 12-ാമത്തത് വസുർവസുമനാ സത്യഃ സമാത്മാ സംമിതഃ സമഃ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതിഃ. വസുർവസുമനാ സത്യഃ സമാത്മാ സംമിതഃ സമഃ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതിഃ. ഈ ശ്ലോകത്തിൽ വസുഹു, വസുമനാഹ, സത്യഃ, സമാത്മാ, സംമിതഃ, സമഃ, അമോഘഃ, പുണ്ഡരീകാക്ഷഃ, വൃഷകർമാ, വൃഷാകൃതിഃ. ഈ 10 പേരുകളാണ് ഉള്ളത്. ആദ്യം വസുഹു. വസന്തി അസ്മിൻ സർവാണി ഭൂതാനി എന്ന അർത്ഥത്തിൽ വസു ശബ്ദം വരാം. അതായത് എല്ലാ ചരാചര ഭൂതങ്ങളും, സകല ഭൂതങ്ങളും എന്തുണ്ടോ അതെല്ലാം ഏതൊരടിസ്ഥാന സ്വരൂപത്തിൽ, ഏതൊരടിസ്ഥാന സത്യത്തിൽ നിവസിക്കുന്നുവോ സർവത്തിനും അധിഷ്ഠാനഭൂതമായ എല്ലാത്തിനെയും വസിപ്പിക്കുന്ന ആ പരമസത്യമാണ് വസു. വസുവെ തന്നെ വേണമെങ്കിൽ വാസു എന്നും പറയാം. ഇനി സർവേഷു ഭൂതേഷു വസതി, സർവഭൂതങ്ങളിലും ആത്മഭാവേന നിവസിക്കുന്നവൻ. ഇപ്പം സർവചരാചരങ്ങളിലും ഉണ്മയായി ആത്മസ്വരൂപമായി നിവസിക്കുന്നവനാരോ ആ പരമസത്യസ്വരൂപനെ വസു എന്ന് പറയാം. ദേവതാഗണങ്ങളിൽ വസുശബ്ദം പ്രസിദ്ധമാണ്. അഷ്ടവസുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വസുദേവതകളായി നിലകൊള്ളുന്നവനാരോ അവൻ വസു എന്ന് പറയാം. വസു ഐശ്വര്യവാചിയാണ്. വസുശബ്ദം ഐശ്വര്യവാചിയാണ്, ധനവാചിയാണ്. ഇപ്പൊ സർവ ഐശ്വര്യങ്ങളുമായി സർവധനരൂപവുമായി നിലകൊള്ളുന്നവനാരോ അവൻ വസു. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് വസു ശബ്ദത്തിന് പറയാം. തൊട്ട് അടുത്തത് വസുമനാഹ എന്നാണ്. വസുഹു, വസുമനാഹ. വസുവായിരിക്കുന്ന മനസ്സോടൊത്തവൻ, സർവത്തിനെയും വസിപ്പിക്കുന്ന, സർവത്തിലും വസിക്കുന്ന മനസ്സോടൊത്തവൻ. ഇപ്പൊ സർവത്തിനെയും വസിപ്പിക്കുന്ന മനസ്സെന്ന് പറയുമ്പോൾ ആ ഒരു മഹാസങ്കല്പം, ഞാൻ പലതായി തീരാം, ബഹുസ്യാം എന്നുള്ളൊരു മഹാസങ്കല്പമുണ്ടല്ലോ. ആ സങ്കല്പത്തിന് ശേഷമാണ് സൃഷ്ടിക്രിയകൾ നടക്കുന്നത്.
അങ്ങനെ എല്ലാത്തിനെയും വസിപ്പിക്കുന്ന മനസ്സോട് സങ്കല്പത്തോടു കൂടിയവൻ, അഥവാ യാതൊരു മനസ്സിലാണോ സർവത്തെയും നിവസിപ്പിച്ചിരിക്കുന്നത്, ഈ രണ്ടർത്ഥങ്ങളിൽ പറയാം. അതുകൂടാതെ വസുശബ്ദം ഐശ്വര്യവാചിയാണ്, ധനവാചിയാണ്. എപ്പോഴും ഐശ്വര്യമാർന്ന സമ്പന്നതയാർന്ന മനസ്സോടൊത്തവൻ വസുർമനാഹ. അഥവാ ആരുടെ മനസ്സ് സകല വസുക്കളെയും ഐശ്വര്യങ്ങളെയും നമുക്ക് പ്രദാനം ചെയ്യുന്നുവോ അവൻ വസുമനാഹ. ഇങ്ങനെ അനേക അർത്ഥങ്ങളിൽ വസുമനാ ശബ്ദം പറയാം. തുടർന്ന് സത്യഹ. സത് ശബ്ദം പരമാത്മ പ്രതിപാദകമായി ശാസ്ത്രത്തിൽ ഏറ്റവും അധികം വിനിയോഗിക്കപ്പെട്ട ശബ്ദമാണ് സത് ശബ്ദം. സത്ത് തന്നെയാണ് സത്യൻ. സകല ചരാചര പ്രപഞ്ചവും ഏതൊരുണ്മയാൽ ഉള്ളതായിരിക്കുന്നുവോ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സച്ചിദാനന്ദം ബ്രഹ്മ എന്നൊക്കെ അനേക ശ്രുതികൾ പറയും. ശ്രുതി തന്നെ സത്യസ്യ സത്യം എന്ന് വിശേഷിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ സത്യത്തിൻ്റെ സത്യം, ആത്യന്തികമായ സത്യസ്വരൂപം, ഈ മിഥ്യാപ്രപഞ്ചത്തിന് മുഴുവൻ അധിഷ്ഠാനമായ സത്യൻ എന്നർത്ഥം. മിഥ്യാപ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാനഭൂതമായ ഉണ്മയേകുന്ന സത്യസ്വരൂപമാണ് സത്യ. സമാത്മാ, അടുത്ത പേര് സമാത്മാ. സമമായി സർവത്തിലും നിലകൊള്ളുന്നവൻ, സർവചരാചരങ്ങളിലും ആത്മഭാവേന സമമായി നിലകൊള്ളുന്നവൻ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്നെല്ലാം ശ്രുതിയും സ്മൃതിയും പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പൊ സർവഭൂതങ്ങളിലും സമമായി വർത്തിക്കുന്നവൻ എന്നർത്ഥം. സമം പശ്യൻ ഹി സർവത്ര എന്നൊക്കെ ആ ദർശനത്തിന്റെ മഹിമയെ ഗീത വാഴ്ത്തുന്നുണ്ട്. നിർദോഷം ഹി സമം ബ്രഹ്മ എന്ന് വ്യക്തമായി ഗീതോപദേശം ചെയ്യും. ദോഷരഹിതമായ സമസ്വരൂപമാണ് ബ്രഹ്മമെന്ന്. അപ്പൊ എല്ലാവരിലും സമനായി സമഭാവമാർന്ന് നിലകൊള്ളുന്ന സത്യസ്വരൂപനാണ് സമാത്മ. അല്ലെങ്കിൽ സമമായി സർവത്തെയും ദർശിക്കുന്നവൻ, യാതൊരു ഉച്ചനീചത്വവുമില്ലാതെ യാതൊരു ഭേദദൃഷ്ടിയുമില്ലാതെ എല്ലാത്തിനെയും സമമായി ദർശിച്ച് സമമായി പരിപാലിക്കുന്നവൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ പരിപാലനത്താൽ നിലനിൽക്കുന്നു. ഇപ്പൊ സമമായി ഒരു ഭേദവും ഇല്ല. സമമായി എല്ലാത്തിനെയും ദർശിച്ച് സമമായി എല്ലാത്തിനെയും പരിപാലിക്കുന്നവനാരോ, എല്ലാത്തിനെയും സമമായി നോക്കി കാണുന്നവനാരോ അവൻ സമാത്മാ. സംമിതഃ. സംമിതഃ സർവശാസ്ത്രങ്ങളാലും ബോധിപ്പിക്കപ്പെടുന്നവൻ, പ്രമാണത്തിന് വിഷയമാകുന്നവനാണ് മിതൻ. മിതൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രമാണത്തിന് വിഷയമാകുന്നവനാണ്. ഇപ്പൊ സംമിതഃ നല്ലപോലെ വേദപ്രമാണത്താൽ ആരെയാണോ പറയുന്നത് അവൻ സംമിതഃ. വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ എന്ന സ്മൃതിവാക്യം നമുക്ക് പഠിക്കാം. സകല വേദങ്ങളാലും വേദ്യൻ ഞാനാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്രമേയഃ അമേയഃ എന്നൊക്കെ പറഞ്ഞുവല്ലോ, ഒരു പ്രമാണത്തിനും വിഷയമല്ല എന്നുള്ളത് ശരിയാണ്. അപ്പൊ അപ്രമേയഃ അമേയഃ തുടങ്ങിയ ശബ്ദത്തിന് വിരുദ്ധമല്ലേ സംമിതഃ എന്നുള്ള ശബ്ദം?
എന്ന് ചോദിച്ചാൽ ആത്യന്തികമായി വാക്കിലൂടെ ഈശ്വരൻ വിഷയീകരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് അപ്രമേയം തന്നെയാണ്. എന്നാൽ എല്ലാ ശ്രുതിവാക്യങ്ങളും ആരെയാണോ വിഷയീകരിക്കുന്നത്, ആരെ ബോധിപ്പിക്കുന്നുവോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സംഹിത ശബ്ദം സ്വീകരിക്കാം. ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ എല്ലാവരാലും അങ്ങേയറ്റം മാനിക്കപ്പെടുന്നവൻ സംഹിതൻ. അങ്ങനെ വരുമ്പോൾ ധർമ്മ സംരക്ഷണാർത്ഥം ഗ്രഹിക്കുന്ന അവതാരങ്ങളിൽ, അത് പ്രത്യേകിച്ച് ശ്രീരാമാവതാരം അല്ലെങ്കിൽ ശ്രീകൃഷ്ണാവതാരം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ധർമ്മ സംസ്ഥാപനാർത്ഥം ഗ്രഹിക്കുന്ന അവതാരങ്ങളിൽ വീര്യശൂര പരാക്രമാദി യുക്തങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് സർവരാലും മാനിക്കപ്പെടുന്നവൻ, ആ അർത്ഥവും പറയാം. സംഹിതഃ സമഹ. ഇവിടെ സമാത്മ എന്നുള്ളത് പറഞ്ഞു, അതിന് സമാനമായ അതേ അർത്ഥമാണ് സമഹ, സമസ്വരൂപൻ, എല്ലായ്പ്പോഴും സമൻ, വികാരരഹിതൻ, അജോ നിത്യ ശാശ്വതോയം പുരാണ എന്നൊക്കെ ശ്രുതി സ്മൃതി വാക്യങ്ങൾ പറയുകയാണ്. അപ്പോ ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങളില്ലാത്തവൻ, എപ്പോഴും സമനായവൻ, അഥവാ എല്ലാവരിലും സമനായവൻ, എല്ലായിടത്തും സമനായവൻ, എല്ലാത്തിനോടും സമമായവൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ വരാം സമശബ്ദത്തിന്. അമോഘഃ. അമോഘഃ, മോഘം വ്യർത്ഥമാണ്, വ്യർത്ഥമായി പോകുന്നത്, പ്രയോജനരഹിതമായത് ആണ് മോഘം. അമോഘഃ, ഒരിക്കലും പ്രയോജനരഹിതമാവാത്തത്, സത്യസ്വരൂപം. സത്യസങ്കൽപ്പഃ എന്നുള്ള പദം ശ്രുതി പ്രസിദ്ധമാണ്. സത്യസങ്കൽപ്പനാണ്. ആരുടെ സങ്കല്പം ഒരിക്കലും മോഘമാവുകയില്ലയോ, അത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവുമായി ഞാൻ പ്രകടനാവാം എന്നുള്ള സൃഷ്ടിവിഷയകമായ സങ്കല്പം മുതൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിലീനമാക്കാം എന്നുള്ള പ്രളയവിഷയമായ സങ്കല്പം വരെ, ഇനി സകല ജഗത്തിനെയും നിഗ്രഹാനുഗ്രഹങ്ങളിലൂടെ നിലനിർത്തുന്നതായാലും ഒരിക്കലും വ്യർത്ഥമാകാത്ത സങ്കല്പത്തോടു കൂടിയവൻ, സത്യസങ്കല്പൻ, അമോഘ, ഒരിക്കലും മോഘം എന്നൊന്നില്ലാത്തവൻ എന്നർത്ഥം. പുണ്ടരീകാക്ഷഃ. പുണ്ടരീകാക്ഷഃ, പുണ്ടരീകം താമര, താമരമൊട്ട്. ഇപ്പൊ താമരയുടെ ദളം പോലെ അക്ഷങ്ങളോട് കൂടിയവൻ, അതിമനോഹരമായ കണ്ണുകളോട് കൂടിയവൻ. ഈ അർത്ഥം നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇതേ അർത്ഥമാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് വീണ്ടും അതേ പദം വരുമ്പോൾ നമുക്ക് മറ്റൊരർത്ഥം ചിന്തിക്കാം. അക്ഷം സ്ഥാനം. അക്ഷം സ്ഥാനം, നേരത്തെ കണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്, ഇപ്പൊ മാറ്റി പറയുന്നു അക്ഷം സ്ഥാനം. ഇപ്പൊ പുണ്ടരീകം താമരമൊട്ട്, താമരമൊട്ട് സ്ഥാനമായവനാരോ അവൻ. അസ്മിൻ ബ്രഹ്മപുരേ ദഹരഃ പുണ്ടരീകഃ തസ്മിൻ ദഹരഃ ആകാശഃ തസ്മിൻ യത് തദ് അന്വേഷ്ടവ്യം എന്ന് ശ്രുതിയുണ്ട്. ഈ ബ്രഹ്മപുരത്തിൽ വളരെ ചെറിയൊരു താമരമൊട്ടുണ്ട്. ആ താമരമൊട്ടിൽ ചെറിയൊരാകാശമുണ്ട്. അതിലെന്താണെന്ന് അന്വേഷിച്ചോളൂ എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പൊ താമരമൊട്ട് എന്ന ശബ്ദത്താൽ ഉപലക്ഷിതമാകുന്ന ഹൃദയം, ആ ഹൃദയം സ്ഥാനമായവൻ എന്ന് വെച്ചാൽ സർവചരാചരങ്ങളുടെയും ഹൃദയവാസിയായിരിക്കുന്നവൻ എന്നർത്ഥം പറയാം.
ഇനി ലളിതമായ അർത്ഥം നേരത്തെ പറഞ്ഞു, താമരയെപ്പോലെ മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയവൻ എന്നർത്ഥം. വൃഷകർമ്മ, വൃഷശബ്ദത്തിന് വർഷണം ചെയ്യുന്നത്, പെയ്യുന്നത് എന്ന് വെച്ചാൽ അർത്ഥം എല്ലാവർക്കും യഥാകർമ്മം ഫലം പ്രദാനം ചെയ്യുന്ന, അർത്ഥകാമാദികളെ പ്രദാനം ചെയ്യുന്ന എന്ന അർത്ഥത്തിൽ വൃഷശബ്ദത്തിന് ധർമ്മം എന്നർത്ഥം. വൃഷശബ്ദം ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ പ്രസിദ്ധമാണ്. വർഷണാത്, വർഷണം ചെയ്യുന്നത് കൊണ്ട്, വർഷയതി പെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. എന്ത് പെയ്യുന്നു? പുരുഷാർത്ഥം, പുരുഷാർത്ഥങ്ങളെ എന്ന് പറയാം. അപ്പൊ ധർമ്മത്തിനനുസൃതമായ കർമ്മങ്ങളെ മുഴുവൻ ചെയ്യുന്നവൻ, അഥവാ ധർമ്മമാകുന്ന കർമ്മം ആരുടേതോ അവൻ. എന്താണ് ധർമ്മം? ധർമ്മം അനിർവചനീയമാണ്. എങ്കിലും ഇത്ര മാത്രം പറയട്ടെ, അതിസൂക്ഷ്മമായ ഒരു ആണവിക കണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചം വരെ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നതാണ് ധർമ്മം. എന്നെ ഞാനായും നിന്നെ നീയായും എല്ലാത്തിനെയും അതത് ഭാവത്തിൽ നിലനിർത്തുന്നത് ധർമ്മമാണ്. ധാര്യത്തെ അനേന സർവം എന്ന് പറയാം. അപ്പോ ധർമ്മം കർമ്മമായവൻ ഈശ്വരൻ, ഈശ്വരാധീനമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് പറയാറുണ്ട്. ധർമ്മത്തിന്റെ യജമാനൻ ഈശ്വരനാണ്. ആണ് വൃഷകർമ്മ. ധർമ്മം ആരുടെ കർമ്മമോ അവൻ. വൃഷാകൃതി, വൃഷം ധർമ്മം ആകൃതിയെ പ്രാപിച്ചവൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പ്രസിദ്ധമാണ്. വൃഷം ധർമ്മം ആകാരത്തെ പ്രാപിച്ചവൻ. ഒന്നുകിൽ സമസ്ത സൃഷ്ടിജാലങ്ങളെയും സംരക്ഷണം ചെയ്യുന്ന സ്ഥിതിപാലകനായ മഹാവിഷ്ണു വൃഷാകൃതിയാണെന്ന് പറയാം. കാരണം ധർമ്മം ആകൃതിയെ പൂണ്ടിട്ടാണല്ലോ സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവതാരം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ധർമ്മം ആകാരത്തെ പ്രാപിച്ചവൻ ശ്രീരാമനാണ്. നേരത്തെ പറഞ്ഞു രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള വാക്യം വാൽമീകി രാമായണത്തിൽ പ്രസിദ്ധമാണ്. ഇപ്പൊ ധർമ്മം ആകൃതിയെ പ്രാപിച്ചവൻ, അഥവാ ധർമാർത്ഥം, ധർമ്മ സംസ്ഥാപനാർത്ഥം അനേക ആകൃതികളെ സ്വീകരിക്കുന്നവൻ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീത. ഇപ്പൊ ധർമ്മത്തിന് വേണ്ടി അനേകം ആകൃതികളെ, ആകാരങ്ങളെ, ഭാവങ്ങളെ സ്വീകരിക്കുന്നവനാരോ അവൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം, ശ്രദ്ധിക്കുക. വസുർവസുമനാ സത്യഃ സമാത്മാ സംമിത സമഃ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ.